നമുക്കിന്ന് ചമ്മന്തി ചോറുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 3 കാന്താരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒന്ന് പതുക്കെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞെരട്ടി കൊടുക്കുക. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കണം, അത് കാരണമാണ് 3 എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ചെറുതായി അല്ലെങ്കിൽ ചതച്ച് വെച്ച ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. ഓ, കാന്താരിയുടെ എന്തൊരു മണാ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ചതച്ച മുളകാണ് കേട്ടോ. കുറച്ച് ചതച്ച മുളക് ചേർത്താൽ മതി. അതേ കണ്ട, കാരണം നമ്മൾ ഓൾറെഡി കാന്താരി ചേർത്തിട്ടുണ്ട്, അത് കാരണമാണ് ചതച്ച മുളക് കുറച്ച് ചേർക്കേണ്ടത് കേട്ടോ. നമുക്കിതേ ചെറിയൊരു കഷ്ണം വാളൻപുളി ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണ്ടേ 1 സ്പൂൺ വിനെഗർ ചേർക്കാം കേട്ടോ. സുർക്ക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പ് ചേർക്കാൻ. നെക്സ്റ്റ് ഒരു മെയിൻ ഐറ്റം ഉണ്ട്, എല്ലാ ചമ്മന്തികളിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നറിയോ? നമ്മുടെ സ്വന്തം വെളിച്ചെണ്ണ. ഇത് നമുക്ക് 1 സ്പൂൺ ചേർക്കാം കേട്ടോ. ഇത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വാവ്, നോക്കിയത് ഇങ്ങോട്ട് കൂട്ടി കഴിക്കുക. ഓഫ്, നമുക്ക് ചോറിടാം കേട്ടോ. നമുക്കിതിലേക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പും മുളകൊക്കെ ശരിയാണോ എന്ന്, പാകത്തിനാണോ എന്ന്. ഓ, നല്ല ചൊടിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ചോറ് ഇടാം. 2 കയ്യിൽ ചോറിടാം കേട്ടോ. 2 ടേബിൾ സ്പൂണ് നമ്മൾ ചോറിട്ടേക്കണം. ഇനി നമുക്ക് അങ്ങോട്ട് കഴിക്കണം, കൂട്ടി മിക്സ് ചെയ്ത് കഴിക്കാം. എന്തൊരു സ്മെല്ലാന്നറിയോ. കറിയൊന്നും നമുക്ക് ഇഷ്ടമില്ലാത്തപ്പോഴേ നമ്മളിതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി ഇങ്ങോട്ട് കഴിക്കുക. സൂപ്പർ. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്.